എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന നല്ല വണ്ടികളില്ലാത്തപ്പോ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഒരു സോപ്പ് പെട്ടി കാർ കൊണ്ട് നമ്മൾ പോവാ. ഓക്കെ, ആ ഡീൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. ശരിയാണ്, ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. വൃത്തികെട്ടവൻ ശവം. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു ഫോൾട്ട് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാനാ പഠിപ്പിക്കുന്നത്. ഒരു മാറ്റം ഇല്ല. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവുമല്ലോ. ആർട്സ് ഉണ്ടായിരിക്കും, സ്പോർട്സ് ഉണ്ടായിരിക്കും. അൻവിന് എവിടെയാ തന്നിരുന്നത്? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഞാനൊരു മില്യനെയറോ ബില്യനെയറോ ഒന്നും അല്ല. മനസ്സിലായി. എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്റെ കയ്യിലുണ്ട്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. എന്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற? ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. പിടിക്കപ്പെടുന്നില്ല. നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മള് പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് പറയായിട്ടില്ല ഇത് വിശ്വസിക്കുന്നത്. ഇത് ചിലപ്പോ കത്തിയാവാൻ കള്ളവാണ്. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. ഏറ്റവും ലോ പോയിന്റ് ഏതായിരുന്നു? പട്ടിണി. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പട്ടിണി ഉണ്ടോ? പിന്നെ പട്ടിണി കിടക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തുക? നമ്മൾ ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. അതിനൊരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.